എനിക്ക് പല ആൾക്കാരും മെസ്സേജ് അയച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഇത്താത്ത ഞാൻ ഡൈവോഴ്സ് ആണ്, ഞാൻ എന്ത് ചെയ്യണോ അറിയില്ല, ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടിയോ, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്, എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമെന്ന് വെച്ചാൽ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കൊടുക്കല്ലേ. ഒറ്റ മിനിറ്റ്, ഒറ്റ കാര്യം പറഞ്ഞാട്ടെ. എനിക്ക് ഇവളോടുള്ള സത്യത്തിൽ ഒന്നും പറയാനുള്ളത്, 18, 19, 20 വയസ്സുള്ള ഡിവോഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികള് ഇവളെ വിളിച്ചു ചോദിച്ചു, ഇവൾക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, ഇത്താത്ത ഞങ്ങൾ ഡിവോഴ്സ് ആണ്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അത്തരത്തിലുള്ള കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണിതാ ഇവളെ പോലുള്ള ആളുകളോടൊക്കെ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, ഇങ്ങനെയുള്ള കുറെ ഫേക്ക് മോട്ടിവേറ്റർമാരും ഇൻഫ്ലുവൻസർമാരുണ്ട്. അവരൊന്നും പറയുന്നത് നിങ്ങൾ കേൾക്കല്ലേ, ഉള്ള ജീവിതം കുട്ടിച്ചോറാവും. ഇവരൊക്കെ കണ്ടന്റ് ക്രിയേറ്റർമാർ മാത്രമാണ്, അതാദ്യം മനസ്സിലാക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡൈവോഴ്സ് ആക്കാം. കാരണം കാണുന്ന ഏതോ ഒരു ചെക്കിന്റെ തെറിവിളിയും അടിയും പിടിയും ജീവിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ അടിക്കുക, നിങ്ങളോട് ബാഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അതർവൈസ് നിങ്ങളെ വീട്ടുകാരാ ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ പറയാം, മോനെ എനിക്ക് പറ്റിയ പെണ്ണല്ല ഞാൻ, എനിക്ക് പറ്റിയ ആൾ വേറെ ആരെങ്കിലും ഉണ്ടാവും, ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയല്ല നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു നല്ലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കാനോ അടിക്കാനോ അതർവൈസ് തെറി പറയാനോ നിൽക്കൂല. ഒരു നല്ലൊരു ആൺകുട്ടി ആണെങ്കിൽ അവൻ വേണമെങ്കിൽ ആ രീതിയിലായിരിക്കും ജനിച്ചു വളർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളെ ഭർത്താവ് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. വെറുതെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയോ? ഇല്ല. എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക. എന്താണ് എന്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയാൻ കാരണം? എന്റെ ഭാഗത്ത് എന്താ തെറ്റ്? നിങ്ങൾ എന്താ വിചാരിച്ചു പുരുഷന്മാർ മുഴുവൻ മോശവും നിങ്ങൾ സ്ത്രീകൾ ഫുള്ള് പെർഫെക്റ്റും ആണോ? എന്നാ ഒന്ന് മനസ്സിലാക്കിക്കോ. ഭർത്താവ് നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ, ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളടുത്ത് എന്തോ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണം എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് ജീവിക്കാൻ കഴിയില്ല. ആ ഭർത്താവിനെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കാം. അവിടെ ഇത് തന്നെയല്ലേ അവസ്ഥ? എന്റെ പൊന്നു മക്കളെ, ഇതുപോലുള്ള ഓരോ ന്യൂ ജനറേഷൻ മോട്ടിവേറ്റർമാരും ഇൻഫ്ലുവൻസർമാരും പറയുന്നത് കേട്ടിട്ട് തുള്ളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അല്ലാതെയാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം.